ജീവിതകാലം മുഴുവൻ അവർ പറയുന്നതെല്ലാം കേൾക്കേണ്ടി വരും. അതൊന്നും ശരിയാവില്ല. ഇനിയിപ്പോൾ അമ്മ പേടിക്കുന്ന പോലെ സീമേച്ചി എങ്ങാനും ചീരനോട് പറഞ്ഞ അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ലാന്ന് അമ്മയും മാമനെ പറഞ്ഞാൽ മതി. അങ്ങനെ അല്ലാന്ന് തെളിയിക്കാൻ സീമേച്ചിയുടെ കയ്യിൽ വേറെ തെളിവൊന്നുമില്ലല്ലോ. ചീരു ഏതായാലും അമ്മയും മാമനും പറയുന്നത് വിശ്വസിക്കും. നീ പറയുന്നതൊക്കെ ശരിയാ, എന്നാലും പപ്പന് ജോലി കൊടുക്കാമെന്ന് നീ അവളോട് പറഞ്ഞതല്ലേ? ആ ഒരു അവസരത്തിൽ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു. സാഹചര്യം മാറിയപ്പോൾ ഞാൻ മാറ്റി പറഞ്ഞു. വാക്കല്ലേ മാറ്റാൻ പറ്റൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. കടയൊക്കെ ഒന്ന് നന്നായി പച്ച പിടിച്ച അയാൾക്കൊരു ജോലി ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ജോലി ജോലി ജോലി. അരെ ഭയ്യ ജൽദി കരോ, ജൽദി वो पूरा फिल करना. ओके അവളെ ഏട്ടനെയും ഏട്ടത്തെയും സ്വീകരിക്കാൻ ചായ ഉണ്ടാക്കുക. ഇവളുടെ സൽക്കാരം ഇപ്പൊ തീർത്തു കൊടുക്കാം. നീ ആർക്കാടി ഇപ്പൊ ചായ ഉണ്ടാക്കുന്നേ? ഇന്ദ്രേട്ടനും അനുചേച്ചിയൊക്കെ വന്നില്ലേ അമ്മേ, അവർക്കാ. അവർക്ക് ചായ ഉണ്ടാക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? ഞാൻ നിന്നോട് പറഞ്ഞോന്ന്? ഇല്ല. പിന്നെ നീ എന്തൊരു ആവശ്യമില്ലാത്ത പണിക്ക് പോന്നേ? അത് ഞാൻ ഇനി ഇവിടെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞിട്ട് ചെയ്താ മതി. ഇനി അതല്ല നിനക്ക് എന്തേലും ചെയ്യാൻ അത്രയ്ക്ക് അങ്ങ് തോന്നല് വന്നാ എന്റെ അനുവാദം ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. നീ ആയിട്ട് ആർക്കും ചായയും കാപ്പിയും ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണ്ട. മനസ്സിലായോ? പ്രതിഭ ചായ എടുക്കുന്നുണ്ട്, അങ്ങോട്ട് കൊണ്ടുവന്ന് തരും. ചായ വേണ്ട, ഞാൻ വിച്ചുമോന് പാലെടുക്കാൻ വേണ്ടി വന്നതാ. ആണോ? എന്നാ എടുത്തോ, പാല് തിളയ്ക്കുന്നുണ്ട്. തേയില ഇടാതിരുന്നത് നന്നായി. ദേ ദേ പാല് തിളയ്ക്കുന്നു, എടുത്തോ. അതെ, അമ്മ എന്ത് പറഞ്ഞ ചേച്ചി നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നേ? അമ്മായിയമ്മ പോര് സീസൺ 2 തുടങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അമ്മ ഇവിടുന്ന് ഇന്ദ്രേട്ടനെ വിളിച്ചോണ്ട് വരാന്നും പറഞ്ഞ് ഇറങ്ങുമ്പോ അവിടെ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞങ്ങൾ ആരും ചിന്തിച്ചതേയില്ല. അല്ലെങ്കിൽ തന്നെ സുശീലാമ്മ എന്നെങ്കിലും നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ? ഇന്ദ്രേട്ടനോട് ഏത് രീതിയിൽ എന്തു പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ട കാര്യം സാധിച്ചെടുക്കാമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ഇന്ദ്രേട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അമ്മ അവിടെ ഇന്ദ്രേട്ടന്റെ കൂടെ താമസിക്കുമെന്ന് പറഞ്ഞത്. ഇന്ദ്രേട്ടനെ വളർത്തിയതിന് പകരം അമ്മയെ സംരക്ഷിക്കേണ്ടത് ഇന്ദ്രേട്ടനാണെന്ന് അമ്മ പറയുന്നതിൽ വലിയ ലോജിക്കൊന്നുമില്ല. സത്യനെയും സോനയും വളർത്തിയത് അമ്മ തന്നെയല്ലേ? അപ്പൊ ഇവർക്കും അങ്ങനെ ഒരു കടമയില്ലേ? എല്ലാം ഇന്ദ്രേട്ടനെ മാത്രം ഉത്തരവാദിത്തം ആകുന്നത് എങ്ങനെയാ? ശ്യാമേട്ടൻ അങ്ങനൊക്കെ പറയാം, പക്ഷെ അമ്മ ഒരു കാര്യം പറഞ്ഞ ഇന്ദ്രേട്ടൻ അമ്മ പറയുന്ന വഴിക്ക് ചിന്തിക്കും. അതിനപ്പുറം ഒരു ആലോചനയൊന്നും ഇന്ദ്രേട്ടന്റെ മനസ്സിൽ വരില്ല. അമ്മ ഓരോ വാക്കും പറയുന്നത് പലതും കണക്കുകൂട്ടിയാ. മനസ്സിൽ പല ഉദ്ദേശങ്ങളുണ്ടാവും. അമ്മയുടെ ഉദ്ദേശം ഏതായാലും അതൊന്നും സാരമില്ല സത്യ. അമ്മയെ ഈ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമ തന്നെയാണ്. ഞാനത് ചെയ്യും. അത് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മയെ സംരക്ഷിക്കരുതെന്നോ വേണ്ട രീതിയിൽ നോക്കരുതെന്നോ അല്ല ഞാൻ പറയുന്നത്. അമ്മയുടെ ചരട് വേലുകൾക്ക് ഇന്ദ്രേട്ടൻ നിന്നു കൊടുക്കരുത്. അവരുടെ ഇഷ്ടത്തിനൊത്ത് ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമായി ഇന്ദ്രേട്ടൻ മാറരുത്.